ഹലോ ഗായ്സ്, മൈൻക്രാഫ്റ്റ് ലെറ്റ്സ് പ്ലേ സീരീസിൻ്റെ മൂന്നാമത്തെ എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ, ഒന്നാമത്തെ കാര്യം നമുക്കൊരു ഹോഴ്സിനെ ടേം ചെയ്തെടുക്കണം. എന്നിട്ട് ഈ സാഡിലും കാര്യങ്ങളൊക്കെ ഒന്ന് അതിന് ഇടിപ്പിച്ച് കൊടുക്കണം. പിന്നെ ഒരു എൻചാൻറ്റിങ് ടേബിൾ സെറ്റാക്കിയിട്ടുണ്ട്, അതിനി ഒന്ന് പ്ലേസ് ചെയ്ത് നല്ലൊരു ബിൽഡാക്കി എടുക്കണം. പിന്നെ നമ്മുടെ ഫുള്ള് ഡയമണ്ട് ആർമർ ആവണം, എന്നിട്ട് അതിൽ നല്ല എൻചാൻറ്റ്മെൻറ്റ് എടുക്കണം. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. നമുക്കൊരു ഹോഴ്സിനെ അങ്ങ് പെട്ടെന്ന് ചെന്ന് ടേം ചെയ്തെടുക്കാൻ പറ്റില്ല. കാരണം ഓരോ ഹോഴ്സിനും ഓരോ സ്പീഡും പിന്നെ ജമ്പ് ചെയ്യുന്ന ഹൈറ്റൊക്കെ ഡിഫറെൻ്റ് ആണ്. പിന്നെ ഞാനിതുവരെയൊക്കെ ഒന്ന് കറങ്ങി കിടന്നപ്പോൾ ഞാൻ കുറേ ഹോഴ്സിനെ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് അവിടെ ഒരെണ്ണമൊക്കെ ഉണ്ട്. അതിനെയൊക്കെ ഞാൻ ടേം ചെയ്തതാന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് നല്ലൊരു സ്പീഡുള്ളവരെ തന്നെ പിടിച്ച് നമുക്ക് ടേം ചെയ്യാം. ഇവന് അത്യാവശ്യം സ്പീഡും ഉണ്ട്, ജമ്പും ഉണ്ട്, പക്ഷെ പോരാ. ഇവന് അത്യാവശ്യം സ്പീഡുണ്ട്, ജമ്പ്, നല്ല ജമ്പും ഉണ്ട്. ഇനി നമുക്ക് ഇപ്പുറത്തെ ഈ ഗ്രേ കളർ റോഡ്സിനെയും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, ഇവന് നല്ല ഹൈറ്റിൽ ചാടാൻ പറ്റുന്നുണ്ട് കേട്ടോ. നല്ല സ്പീഡും ഉണ്ട്, മറ്റേനെക്കാട്ടും നല്ല ഹൈറ്റിൽ ചാടുന്നുണ്ട്, നല്ല സ്പീഡും ഉണ്ട്. അപ്പോൾ ഇവനെ തന്നെ അങ്ങ് പിടിച്ചാലോ. നമ്മൾ ഇവനെ അങ്ങ് തിരഞ്ഞെടുത്തിട്ടുണ്ട് നമ്മുടെ പുതിയ ഹോഴ്സായിട്ട്. ഓക്കെ, ഞാൻ പറഞ്ഞുതരാം ബാക്കിയുള്ളത്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ ഹോഴ്സിന് അങ്ങനെ ഡയമണ്ട് ആർമറും സാഡിലിട്ട് കൊടുത്ത് പുതിയൊരു ഹോഴ്സ് അങ്ങനെ സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ കുറച്ച് ഒരൊറ്റ എൻചാൻറ്റിങ് ടേബിൾ പെട്ടിക്കകത്ത് വെച്ചിട്ടുണ്ട്. അത് നമ്മൾ എവിടെ ബിൽഡ് ചെയ്യേണ്ടതെന്ന് ഒരു സ്ഥലം സെറ്റ് ചെയ്തിട്ട് അവിടെയായിട്ട് നമുക്ക് ബിൽഡ് ചെയ്ത് വെക്കാം. ഓക്കെ, നമ്മൾ സ്ഥലം കണ്ടു വെച്ചിട്ടുണ്ട്. ഇവിടെയാണ് ഞാൻ ഇനി എൻചാൻറ്റിങ് ടേബിൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഞാൻ സ്ഥലം തീരുമാനിച്ചു. ഇവിടെ ആയിട്ടായിരിക്കും എൻചാൻറ്റിങ് ടേബിൾ വരാൻ പോകുന്നത്. കാരണം ഇങ്ങനെ ഫേസ് ചെയ്തിട്ട് ഇങ്ങോട്ട് ചെന്ന് കയറിയിട്ട് ഇവിടെ നിന്ന് ക്ലിക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കും ഞാൻ സെറ്റ് ചെയ്യുന്നത്. കാരണം ഇവിടെ ഇച്ചിരി ഒഴിഞ്ഞ് കിടക്കുകയാണ്. അവിടെ നമ്മുടെ നെതർ പോർട്ടൽ സെറ്റ്, ഇവിടെ വീട്, പുറകിൽ മൈന്, ഇവിടെയാണ് ഇച്ചിരി ഫ്രീ ആയിട്ട് കിടക്കുന്ന സ്ഥലം. അപ്പോൾ ഇവിടെ നമുക്ക് സെറ്റ് ചെയ്യാം. അതിന് നമുക്ക് ആദ്യം സാധനങ്ങൾ ഗ്യാദർ ചെയ്യാം. അപ്പോൾ ആദ്യം നമുക്ക് എന്തായാലും വേണ്ട ഒരു മരം ബിൽഡ് ചെയ്യണം. ഞാനൊരു തറയിൽ നിൽക്കുന്ന ഒരു മരത്തിൻ്റെ ഫ്രണ്ടിലായിട്ട് എൻചാൻറ്റിങ് ടേബിൾ സെറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ അതിന് നമുക്കൊരു ടെസ്റ്റ് കൊടുത്തെടുക്കാം. കാരണം നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി അത് എവിടെ ഇരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ പ്ലാനൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടി എൻചാൻറ്റിങ് ടേബിൾ എവിടെ വരണം എന്നുള്ള സ്ഥലത്ത് നമുക്ക് ഈ റിസോഴ്സ് അല്ല ഈ ചെസ്റ്റിൽ ഉണ്ട്. അപ്പോൾ ഈ ചെസ്റ്റിൽ നമുക്ക് ബിൽഡ് ഉണ്ടാക്കേണ്ട റിസോഴ്സും കാര്യങ്ങളൊക്കെ നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ ആദ്യം നമുക്ക് എന്തായാലും വേണ്ടത് നമ്മുടെ ബുക്കും എൻചാൻറ്റിങ് ടേബിളും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഗൈസ്, നമുക്ക് ആദ്യം വേണ്ടത് നമ്മുടെ എൻചാൻറ്റിങ് ടേബിളും ബുക്ക് ഷെൽഫൊക്കെയാണ്. അപ്പോൾ നമുക്ക് ആദ്യം എടുക്കാം. ഗൈസ്, എനിക്ക് തോന്നുന്നു നമ്മുടെ കയ്യിൽ കിട്ടില്ല. നമുക്കിതിനെ ഓക്ക് വുഡും ലീഫുണ്ട്, പക്ഷേ ഓക്ക് വുഡില്ല. നമുക്ക് കുറച്ച് ഓക്ക് വുഡ് മൈൻഡ് ചെയ്ത് തരാം. അപ്പോൾ ഞാൻ ഓക്ക് വുഡ് 28 മൈൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊക്കെ കൊണ്ട് ആ ചെസ്റ്റ് വെക്കാം. എന്നിട്ട് ഓരോ സാധനങ്ങളായിട്ട് എടുത്ത് ഓരോന്നായിട്ട് ബിൽഡ് ചെയ്യാം. നമുക്ക് ഈ ബിൽഡ് ഉണ്ടാക്കാൻ വേണ്ടി ഇത്ര സാധനമാണ് വേണ്ടത്. പിന്നെ ഈ ടെറൈൻ ഒന്ന് സെറ്റാക്കാൻ വേണ്ടി കുറച്ച് ബോൺ വീൽ വേണം. അത് നമുക്ക് പിന്നെ സെറ്റാക്കാം. ആദ്യം നമുക്ക് ബിൽഡിലോട്ട് കടക്കാം. കേസ് നമ്മുടെ ഈ ലോഗ് എടുത്തിട്ട് ഇവിടെ ഒരെണ്ണം. ആദ്യം നമുക്ക് ഈ എൻചാൻറ്റിങ് ടേബിൾ എവിടെ വരുമെന്നൊന്ന് സെറ്റ് ചെയ്ത് നോക്കാം. അതൊരു സെൻറ്ററിൽ വരണം. അപ്പോൾ കേസ് നമ്മുടെ എൻചാൻറ്റിങ് ടേബിൾ വേണ്ട ഇവിടെ ഇരിക്കും. ഇവിടെ വരണം കേസ്. പിന്നെ വലിയ കറക്റ്റായിട്ട് സിമെട്രി ഒന്നും വേണ്ട. ചുമ്മാ ഒരു 2-3 ലോഗ് ഇങ്ങനെ എടുത്ത് വെക്കുക. ഈ ട്രീ ഒന്ന് സെറ്റ് ചെയ്യണം. അതിന് 1, 2, പിന്നെ ഒരു സ്റ്റെയർ ഇവിടെ പിന്നൊരു ഓക്ക് ലോഗ് മുകളിലോട്ട് നോക്കിയിട്ട് ഇവിടെ, പിന്നെ അടുത്ത ഓക്ക് ഇവിടെ. ഓക്കെ, ട്രീ സെറ്റ് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് നമ്മുടെ ബുക്ക് ഷെൽഫ്സ് ഓരോന്നായിട്ട് പിന്നെ നമുക്ക് ഓരോന്നായിട്ട് നമ്മുടെ ബുക്ക് ഷെൽഫ്സ് പ്ലേസ് ചെയ്യാം. 15 ബുക്ക് ഷെൽഫാണ് കേസ് നമുക്ക് ഇതിൽ 30 ലെവൽ വരെ എത്താൻ വേണ്ടത്. അപ്പോൾ നമുക്ക് ബുക്ക് ഷെൽഫ് വെക്കാം. അങ്ങനെ ഒഫീഷ്യലി നമ്മുടെ കുട്ടി ബിൽഡ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറച്ച് ലാപ്പിസ് ലസൂലിയൊക്കെ കൊണ്ടുവന്നിട്ട് നമ്മുടെ ഡയമണ്ട് ആർമർ സെറ്റ് ചെയ്യണം.
ഗൈസ്, ഞാൻ കുറച്ച് ദിവസം മുമ്പ് ഇവിടെ താഴെ നമ്മുടെ മൈനിങ് ഏരിയ പോയി 25 ഡയമണ്ടും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ കയ്യിൽ എന്തായാലും ആദ്യം തൊട്ടേ മെൻഡിങ് ഉള്ള ഒരു ലെഗിൻസ് ഉണ്ടായിരുന്നു. അത് നമുക്ക് ടൈൽ ചേമ്പറിൽ പോയപ്പോൾ എനിക്ക് കിട്ടിയതാ. അപ്പോൾ ഇനി നമുക്ക് ഫുൾ ഡയമണ്ട് ആർമർ ആവാൻ ആദ്യം ഹെൽമെറ്റ്, ചെസ്റ്റ് പ്ലേറ്റ്, ബൂട്ട് ഇതെല്ലാം കൂടെ ആകുമ്പോൾ ഗൈസ് നമ്മളങ്ങനെ ഫുൾ ഡയമണ്ട് ആർമർ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് എൻചാൻറ്റ് ചെയ്തെടുക്കണം. അതിന് എന്തെങ്കിലും ഇപ്പോൾ ലെവലില്ല. നമുക്ക് ആദ്യം എന്ത് എൻചാൻമെൻറ്റാണ് കിട്ടുന്നതെന്ന് നോക്കാം. നമുക്ക് ആദ്യം ഒന്ന് വെച്ച് നോക്കാം. അക്വ ഇൻഫിനിറ്റി. നമുക്ക് ഈ സോഡും ആക്സും കൂടെ ഒന്ന് ഡയമണ്ട് ആക്കാം. അതിനുള്ള ഉണ്ടോ? അങ്ങനെ ഒരു സോഡും ഒരു ആക്സും അങ്ങനെ നമുക്കൊരു ഷവലും സെറ്റായിട്ടുണ്ട് ഗൈസ്. പിന്നെ നമ്മുടെ ചെസ്റ്റിലൊരു പിക്കാക്സും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഫുൾ ഡയമണ്ട് ഗിയർ ആയിട്ടുണ്ട്. ഇനി നമുക്ക് എവിടെയെങ്കിലും ഒന്നല്ല ഒരു XP ഫാം ഉണ്ടാക്കണം, അല്ലെങ്കിൽ ഒരു ഫാം ഉണ്ടാക്കണം. ഇതിലേതെങ്കിലും ഒന്ന് നമുക്ക് പോകണം. അപ്പോൾ ഗൈസ് നമ്മൾ അങ്ങനെ ഒരു പുതിയ പെറ്റിനെ സെറ്റാക്കിയിട്ടുണ്ട്. നമ്മുടെ പുതിയ കുതിര, പിന്നെ ഒരു കുട്ടി ബിൽഡ്, എൻജാനിങ് ടേബിളിൻ്റെ കുട്ടി ബിൽഡും കാര്യങ്ങളും സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഗൈസ് ഈ കുതിരയ്ക്ക് എന്ത് പേരിടണമെന്ന് ഞാൻ തീരുമാനിക്കും. അപ്പോൾ നമ്മൾ കുതിരയ്ക്ക് എന്ത് പേരിടണമെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യും കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കുതിരയുടെ പേര് നിങ്ങൾ കമൻറ്റ് ചെയ്താൽ കുതിരയുടെ പേര് നമ്മൾ സെറ്റാക്കും. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. അപ്പോൾ ഗൈസ് ഇനി നമുക്കൊരു XP ഫാമൊക്കെ ക്രിയേറ്റ് ചെയ്യണം. അത് നമുക്ക് അടുത്ത വീഡിയോ ചെയ്യാം. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇത്രേ ഉള്ളൂ. ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം. ബൈ.